ഇപ്പോൾ SFIയുടെ സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. PS സഞ്ജീവ്, നോക്കൂ, PM ശ്രീ പദ്ധതിയിൽ വലിയ തരത്തിലുള്ള വാദങ്ങളായിരുന്നു മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ മന്ത്രിമാരും ഉന്നയിക്കുന്നത്. ഏതായാലും ആ വാദങ്ങളൊന്നും അല്ലെങ്കിൽ അടിസ്ഥാനരഹിതമായ വാദങ്ങളാണ് ഉന്നയിക്കുന്നത് എന്നത് വ്യക്തമാക്കുന്ന മിനിറ്റ്സ് അടക്കമാണ് ഇപ്പോൾ കൈരളി ന്യൂസ് പുറത്തേക്ക് എത്തിക്കുന്നത്. ഇടതുപക്ഷം ഈ കേരളത്തിൽ നിർത്തലാക്കിയ ഒരു പദ്ധതി അത് വീണ്ടും എടുത്തു കൊണ്ടുവന്ന് അത് ഇടതുപക്ഷം ചെയ്തതുകൊണ്ട് ഞങ്ങൾ തുടരുന്നു എന്ന് വ്യാജമായി നുണ പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് മന്ത്രിമാരും മുഖ്യമന്ത്രിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ PM ശ്രീ എന്ന പദ്ധതി ആദ്യഘട്ടത്തിൽ തന്നെ SFI എതിർക്കുന്ന ഒരു പദ്ധതിയായിരുന്നു. ആ പദ്ധതിയുമായി ഒരു കാരണവശാലും കേരളത്തിലെ സർക്കാർ മുന്നോട്ട് പോകാൻ പാടില്ല. അതിൽ ചെന്ന് നിൽക്കുന്ന പ്രശ്നം സംഘപരിവാറിന്റെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം പൂർണ്ണമായി അംഗീകരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമെന്നുള്ളത് തന്നെയാണ് അതിന്റെ ആകെ തുകയായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഏറ്റവും വലുത്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതുമായി മുന്നോട്ട് പോകണമെന്ന വി ഡി സതീശന്റെ നിർബന്ധം അത് ഒരുപാട് സംശയങ്ങൾ ഉളവാക്കുന്നുണ്ട്. അപ്പൊ പ്രത്യേകിച്ച് അതിന്റെ മന്ത്രിമാർ നടത്തുന്ന പ്രതികരണമൊക്കെയും അവ്യക്തമാണ്. അവർ പറയുന്നതൊക്കെയും വസ്തുതക്ക് നിരക്കാത്തതും നമ്മുടെ സാമാന്യ ബോധത്തിന് നിരക്കാത്തതുമാണ്. ഇപ്പോ ഒപ്പിട്ടത് കൊണ്ട് തുടരേണ്ടതെന്നു എന്നൊക്കെ പറയുന്നത് അത് നിർത്തലാക്കിക്കൊണ്ടുള്ള കത്ത് കൊടുത്ത കാര്യം അവർ മറക്കുകയാണ്. അവർ നിർബാധം അത് പൂഴ്ത്തിവെക്കുകയാണ്. അതുപോലെ തന്നെ പണം കിട്ടി എന്നുള്ള നുണപ്രചരണം ഒരു ഭാഗത്ത് നടക്കുന്നു. ആ പണം സർവശിക്ഷാ അഭിയാന്റെ ഫണ്ടാണെന്നും കേരളത്തിന് ലഭിക്കേണ്ട ഫണ്ടാണെന്നും ഉള്ള കാര്യം പറയാതിരിക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള ഒട്ടനവധി നുണകൾ കൊണ്ട് എങ്ങനെയെങ്കിലും PM ശ്രീ നടപ്പിലാക്കി എടുക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധിയിൽ നിന്ന് UDF നിൽക്കുകയാണ്. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇന്ന് നിശബ്ദപൂർവ്വം അതിന് കൂടെ നിൽക്കുന്ന കാര്യമാണ് നമ്മൾ കാണുന്നത്. കേരളത്തിലെ മനുഷ്യരെല്ലാം മതനിരപേക്ഷ ബോധമുള്ള മനുഷ്യരൊക്കെ ഇത് കാണുകയാണ്. അപ്പം VD സതീശൻ എന്ന സംഘപരിവാറിനോട് എല്ലാ തരത്തിലും അത് രാഷ്ട്രീയപരമായും നയപരമായും ഒക്കെയും കൂടെ നിൽക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി വീണ്ടും PM ശ്രീ നടപ്പിലാക്കി കൊടുക്കാനുള്ള എല്ലാവിധ പ്രവർത്തനവും സംഘടിപ്പിക്കുകയാണ്. ഇവിടെ കാണേണ്ടത് കോൺഗ്രസിന്റെ കഴിഞ്ഞ ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകൾ കോൺഗ്രസിന്റെ നയമല്ല ഇത് എന്നാണ്. അത് തെറ്റാണ്. കോൺഗ്രസിന്റെ നയമാണിത്. കർണാടകയിൽ, തെലങ്കാനയിൽ കോൺഗ്രസ് ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും PM ശ്രീ ഏറ്റവും ആദ്യം നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അതേ തുടർച്ചയാണ് കേരളത്തിലും അവർ തുടരുന്നത്. തീർച്ചയായും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കാൻ കഴിയാത്തതാണ്. ശക്തമായ പ്രതിഷേധം തന്നെയായിരിക്കും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് തുടർന്നുള്ള ദിവസങ്ങളിലും ഉണ്ടാവുക. ഇവിടെ ഈ പറഞ്ഞതുപോലെ ഒട്ടനവധി നുണകളാണ്. ഈ പറഞ്ഞത് മാത്രമല്ല, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇന്നലെ പ്രസ് മീറ്റിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നുണയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ നിലയിൽ വളരെ കൺവിൻസിംഗ് ആയി നുണ പറയുക എന്നുള്ള ഒരു ആർട്ട് കൂടി VD സതീശന്റെ തൊപ്പിയിലെ തൂവൽ പോലെ നിൽക്കുകയാണ്. അപ്പൊ അത് നമുക്ക് തിരിച്ചറിഞ്ഞാൽ മതിയാകും. ഈ പണം ഈ പറഞ്ഞതുപോലെ കേരളത്തിന് കിട്ടേണ്ട പണമാണ്. ഈ സർവശിക്ഷാ അഭിയാന്റെ പണം നമുക്ക് പൂർണ്ണമായും ലഭിക്കണം. അതും PM ശ്രീയുമായി ബന്ധപ്പെടുത്താൻ കഴിയില്ല. PM ശ്രീയുടെ ബ്ലോക്കിലെ 2 സ്കൂൾ ഐഡന്റിഫൈ ചെയ്യണം. ആ സ്കൂളിനെ ഐഡന്റിഫൈ ചെയ്ത് ലിസ്റ്റ് കൊടുക്കണം. അത് കൊടുത്തതിന് ശേഷം ഇതിന്റെ പേര് ഇതൊക്കെ മാറ്റി അതിൽ നിന്ന് പണം ഇങ്ങോട്ട് കിട്ടണം. അങ്ങനെയൊക്കെ വലിയൊരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ ഒന്നും കേരളത്തിൽ നടന്നിട്ടില്ല. അപ്പൊ അതൊന്നും നടക്കാതെ PM ശ്രീയുടെ പണം തരാൻ പാർലമെന്റിൽ തന്നെ മന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യം, വ്യക്തമാക്കിയ കാര്യമാണ്. കേരളത്തിലെ സർക്കാർ അതിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുന്നു. അതോടൊപ്പം സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ സർക്കാർ PM ശ്രീ മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല എന്ന്. അതോടൊപ്പം PM ശ്രീ നടപ്പിലാക്കണം എന്ന് പിന്നീട് നിരന്തരമായി കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുക. അപ്പൊ നടപ്പിലാക്കണം എന്ന് ആവശ്യപ്പെടുന്നതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ നടപ്പിലായിട്ടില്ല എന്നുള്ളതാണ്. ഈ പറയുന്നതൊക്കെയും നുണയാണ്. അത് നമുക്ക് വ്യക്തവുമാണ്. ഈ നുണ തുടർന്നുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് UDF ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ ജനങ്ങൾക്ക് മുന്നിൽ അത് കൃത്യമായി എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി ഇന്ന് ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. കാരണം നുണ പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ എങ്ങനെ നേരിടുമെന്ന ഒരു ഉത്തരവാദിത്വം കൂടി ഇന്ന് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾക്കൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ കരുതുന്നത്. ശരി, നന്ദി ശ്രീ PS സഞ്ജീവ് പ്രതികരിച്ചതിന്.